കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ലഭിച്ച സംഭാവനകൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്തയാണ് നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാമഭക്തരുടെ പണം എവിടെ പോയി? സ്വർണം കട്ടതാരപ്പ എന്ന ചോദ്യം വായുവിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റാവു, അല്ല, സ്വർണ്ണം കട്ടതാരപ്പ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ശബരിമല റിലേറ്റ് ചെയ്യാൻ തോന്നും. ശബരിമല എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പരിശോധനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെയല്ല ഈ രാമക്ഷേത്രം. രാജ്യത്തെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. തിരുപ്പതി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലൊന്ന് ഈ പറഞ്ഞ രാമക്ഷേത്രമാണ്. ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ക്ഷേത്രത്തിൽ സർക്കാരിന് ഒരു റോളുമില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് അവിടെ ഭരിക്കുന്നത്. അവരാണ് കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്നത്. അവരാണ് വരുന്ന പൈസ എത്രയാണെന്ന് എണ്ണി തീർപ്പാക്കുന്നത്, അത് ചെലവഴിക്കുന്നത്. അതിന് അവർക്കൊരു ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്. അത് പുറത്തുനിന്നുള്ള സർക്കാരിൻ്റെ CNDG ഓഡിറ്റ് എന്നുള്ളൊരു സംവിധാനമല്ല. അവർ ആ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശവും പ്രസിദ്ധീകരിക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകളും ജനങ്ങളോട് പറയുകയോ ചെയ്യാറില്ല. അവരുടെ വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക വിശദാംശങ്ങളും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ആ വ്യത്യാസമുണ്ട്. നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം അല്ലെങ്കിൽ ശബരിമല എന്നൊക്കെ പറയുന്നത് പോലെ പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണ സംവിധാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലമല്ല ഈ പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്രം. ഈ രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും വിശ്വാസികളെ ഏൽപ്പിക്കൂ എന്നാണ് സംഘപരിവാരോട് പറഞ്ഞു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ആവശ്യം. ഈ ശശികലയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആൾക്കാരും ഹിന്ദു ഐക്യവേദിക്കാരൊക്കെയും എപ്പോഴും പ്രസംഗിക്കുന്നത് ക്ഷേത്രങ്ങളുടെ അവകാശം വിശ്വാസികളെ ഏൽപ്പിക്കണം, വിശ്വാസികളാവുമ്പോൾ ഒരു കുഴപ്പമില്ല നടത്തുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു മതവിശ്വാസികളുടെ ക്ഷേത്രങ്ങളിലൊന്നിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണെന്നതിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതൊരു ഗവൺമെൻറ് ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഏൽപ്പിക്കപ്പെട്ട ഒരു സംഗതി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിയന്ത്രിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായത് എന്താണ്? ആര് ഇതിൻ്റെയൊക്കെ ഭരണസമിതിയിൽ വന്നാലും തട്ടിപ്പാരോപണം ഉണ്ടാവാം. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായാലും കൊള്ളാം, വിശ്വാസികളുടെ ഭാഗമായ ആര് വന്നാലും ഈ പറയുന്ന ചക്കരക്കുടത്തിൽ കൈയിടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുന്ന ആൾക്കാരുണ്ടാവാം എന്നതിൻ്റെ സൂചനയാണിത്. പക്ഷേ ഗവൺമെൻറ് മെക്കാനിസം അതിനകത്ത് ഉണ്ടായിരുന്നതിന് എന്ത് സംഭവിച്ചേനെ? CNDG ഓഡിറ്റ് നടത്താൻ പറ്റിയേനെ, കണക്കുകൾ പുറത്തു വന്നേനെ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ സാമ്പത്തികമായിട്ടുണ്ട്. ഇതിൻ്റെ ഭൂമി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ആരോപണമുണ്ട്. 2 കോടി രൂപയ്ക്ക് കിട്ടുമായിരുന്ന ഭൂമി 18.5 കോടി രൂപയ്ക്ക് വാങ്ങിച്ചു എന്നാണ് ആദ്യത്തെ ആരോപണങ്ങളിലൊന്ന്. അപ്പോൾ അതൊന്നും ചോദിക്കാൻ ഇവിടെ എന്ന് വെച്ചാൽ അതത്രയും വൈകാരിക തീവ്രതയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഈ അയോധ്യ രാമക്ഷേത്രം പ്രോജക്റ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. ചോദ്യം ചോദിക്കുമ്പോൾ അത് പലതരത്തിലുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ട് ആ വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വന്നു. ഓക്കെ, വാങ്ങിക്കേണ്ടി വന്നു. എൻറ്റയർ ഭരണ സംവിധാനം ആകമാനവും ഉത്തർപ്രദേശിലെ സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും എല്ലാം ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. എവിടുന്നേലും ഒരു ഞെട്ടൽ രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു BJP നേതൃത്വം ഞെട്ടൽ രേഖപ്പെടുത്തുന്ന, സംഘപരിവാർ സംഘടനകൾ ഞെട്ടൽ രേഖപ്പെടുത്തുന്ന, ഇത്രയും വലിയ പൈസ അയോധ്യയിലെ രാംലല്ലയുടെ പൈസ മോഷ്ടിച്ചതിനെക്കുറിച്ച് ഞെട്ടൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തുന്ന കണ്ടോ? SIT അവർ രൂപീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്ന കണ്ടോ? സുപ്രീം കോടതി ഇടപെടണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്ന കണ്ടോ? സുപ്രീം കോടതിയിലോട്ടാണല്ലോ ഈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ CBI പോലുള്ള ഏതെങ്കിലും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അതിന് ആർക്കും ഒരു ഞെട്ടലില്ലാത്ത എന്താണ്? ഈ പറഞ്ഞ അവിടെ നിന്ന് വരുന്ന സ്വർണവും പണവും മോഷ്ടിക്കപ്പെടുന്നു. അത് മോഷ്ടിക്കപ്പെടുമെന്ന് വെച്ചാൽ ഒരു ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് സ്വർണവും പണവും അല്ലെങ്കിൽ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവച്ചും ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ അത് പുറത്ത് കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു വലിയ നെറ്റ്വർക്ക് പുറത്ത് കാത്തിരിക്കുന്നതിനർത്ഥം എന്ന് വെച്ചാൽ അയോധ്യ രാമക്ഷേത്രത്തിലെ പൈസ അടിച്ചു മാറ്റുകയും അത് പുറത്ത് കൊണ്ടുപോവുകയും അവിടുത്തെ സ്വർണ്ണം അടക്കമുള്ള പുറത്ത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തതിന് പുറത്തടക്കമുള്ള കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വൻകിട ജ്വല്ലറി നെറ്റ്വർക്കുകളൊക്കെ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ വൻകിടക്കാരായിട്ടുള്ള ആളുകൾ വൻതോക്കുകൾ നേതൃത്വം കൊടുക്കുകയോ അവരാൽ സംരക്ഷണം കിട്ടുകയോ ചെയ്യുന്ന ഏർപ്പാടാണ് എന്ത് ഈ പറയുന്ന രാമക്ഷേത്രത്തിലെ പണം കൊള്ള. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലുള്ള കുറേ ഉദ്യോഗസ്ഥരെയൊക്കെ ടക്കടക്കെന്ന് മാറ്റുന്നത് കാണാൻ പറ്റും. അതിൽ തന്നെ സംശയമാണ് എന്തിനാണ് ഇപ്പോൾ ഈ ആൾക്കാരെ മാറ്റുന്നത്. ഈ SIT എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ യോഗി സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റും. അതിൽ തന്നെ ഈ പറഞ്ഞ തട്ടിപ്പാരോപണവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും സംരക്ഷണം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം എന്തുമാത്രം നീതിയുക്തമായി പോകുന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെ നിൽക്കുകയാണ്. സോ ഇതിൽ ബേസിക് സംഗതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? ഈ മോഷണം നടക്കുമ്പോൾ വിശ്വാസികളെ ഏൽപ്പിച്ചാൽ വിശ്വാസികളെല്ലാം നന്നായി നടത്തിക്കൊള്ളും, എല്ലാം വിശ്വാസികളെ ഏൽപ്പിക്കലാണ് വേണ്ടതെന്നുള്ള ഇവരുടെ ഈ വ്യാജ ഒച്ചവയ്ക്കലിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നാണ്. പരിശോധിക്കാൻ ആർക്കും കഴിയില്ല. ഈ കോടിക്കണക്കിന് രൂപ ആൾക്കാർ കൊടുത്തിരിക്കുന്നത് പല കാരണങ്ങളാൽ വിശ്വാസം കൊണ്ട് കൊടുത്തവരുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചു എന്നതിൻ്റെ ആവേശം കൊണ്ട് കൊടുത്തവരുണ്ട്. വലിയ ഹിന്ദുത്വ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിന് പൈസ കൊടുത്ത കോർപ്പറേറ്റുകളുണ്ട്. ആരെല്ലാം കൊടുത്തു? കോടിക്കണക്കിന് രൂപ. ഇതിൻ്റെയൊക്കെ കണക്കെവിടെ? അതിൻ്റെ കണക്കറിയാൻ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് അവകാശമില്ലേ? അതെന്തുകൊണ്ടാണ് ഇവർ പുറത്ത് കാണിക്കാത്തത്? ഈ
പബ്ലിഷ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യാത്തത് എന്താണ്? അപ്പോൾ ഇതെല്ലാം ദുരൂഹമായിട്ടുള്ള കോടാനുകൂടി രൂപയുടെ കൊള്ള, അത് കേവലമായ ഭക്തി മാത്രമല്ല. ഇത് ചെയ്യുമ്പോൾ എന്താണ് നമ്മളൊരു ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു അമ്പലമോ പള്ളിയോ മോസ്കോ എന്ത് റൺ ചെയ്യുമ്പോഴും നമ്മളെ നയിക്കേണ്ട അടിസ്ഥാന വികാരം ഭക്തിയാണ്. ഇത് എന്താണ്? ഭഗവാന്റെ സ്വത്താണ്, അല്ലെങ്കിൽ ഇത് കർത്താവിൻ്റെയാണ്, പടച്ചവൻ്റെയാണ്, നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ള ഭക്തിയാണല്ലോ. അതല്ലാതെ വേറെ ചില താല്പര്യങ്ങളാണ് ഇതൊക്കെ നമ്മളെ നയിക്കുന്നതെങ്കിൽ, നമ്മളവിടെ ക്ഷേത്രം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് വേറെ കാര്യങ്ങളാലാണ് നാം നയിക്കപ്പെടുന്നതെങ്കിൽ, ഭക്തിക്ക് അപ്പുറമുള്ള മറ്റു ചില വൈരങ്ങളാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, നമ്മളൊരു മനസ്താപവും ഇല്ലാതെ കക്കും. നമ്മളെ ഇത് ഉണ്ടാക്കുമ്പോഴും ഇത് പ്രതിഷ്ഠ നടത്തുമ്പോഴൊക്കെ നമ്മളെ ഭരിക്കുന്ന വികാരം ആത്യന്തികമായ ജെന്യുവിൻ ഭക്തിയല്ല, മറ്റു ചില വികാരങ്ങളാണെങ്കിൽ നമുക്ക് പൈസ എടുക്കാൻ ഒരു മടിയുണ്ടാവില്ല. ജെന്യുവിൻ ഭക്തിയാണെങ്കിൽ വിഷയമുള്ളൂ. ആ പ്രശ്നവും കൂടി ഇതിനകത്തുണ്ട് എന്നാണ് കാണേണ്ട ഒരു കാര്യം. നമ്മുടെ ഗുരുവായൂരിൽ കോടിക്കണക്കിന് സ്വർണ്ണമുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള കാണിക്ക അവിടെ കൊടുക്കുന്നു. തിരുപ്പതിയിൽ കോടാനുകോടി രൂപയുടെ സ്വർണ്ണവും വജ്രവും ഒക്കെ അവിടെയുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഓഡിറ്റുണ്ട്, അതിനൊക്കെ സർക്കാരിൻ്റെ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. സർക്കാരിൻ്റെ മോണിറ്ററിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആകമാനം മോണിറ്ററിംഗ് ഉണ്ട്, ഭക്തരുടെ മോണിറ്ററിംഗ് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ അതൊന്നും ഇല്ല. ഇപ്പോൾ ഈ അന്വേഷണമൊക്കെ എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല. പക്ഷേ കാണേണ്ട കാര്യം ഇതാണ്, ഈ പൊതു സംവിധാനത്തിൻ്റെ മേൽനോട്ടമില്ലാതെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിറങ്ങുന്നതിനൊക്കെ ഉള്ള പ്രശ്നം. രണ്ടാമത്തേത്, നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ ഡയറ്റിയോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് നടത്തിപ്പുകാരുടെ എന്തുമാത്രം ആത്മാർത്ഥതയുള്ളതാണ്, എന്തുമാത്രം സത്യസന്ധമാണെന്നുള്ള ക്വസ്റ്റിന് കൂടി ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അലഹബാദ് ഹൈക്കോടതി ഈ കേസ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി കേൾക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ട് കേസ് കേൾക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. തൊട്ടാൽ കൈപൊള്ളും എന്നുള്ളതുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു മേൽനോട്ടം കൂടി ഇതിനുണ്ടല്ലോ. സുപ്രീം കോടതിക്ക് പ്രത്യേക താല്പര്യമുള്ളൊരു സംഭവമാണ് അയോധ്യ റാം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈം മിനിസ്റ്റർ ഓഫീസ് മേൽനോട്ടത്തിലാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ റണ്ണിങ്, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ മോണിറ്ററിംഗ് ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോലും ആവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസാണ്. അത് അല്ലാതെ ഇത് സ്വയംഭൂവായിട്ടുണ്ടായിട്ടുള്ള ട്രസ്റ്റ് അല്ല. സുപ്രീം കോടതി പറഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാം, അങ്ങനെയല്ല. അതിന് പിന്നിൽ കൃത്യമായ സർക്കാരിൻ്റെ ഒരു തള്ളലുണ്ട് ആ ട്രസ്റ്റ് രൂപീകരണത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഈ ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം സുപ്രീം കോടതിയുടെ വിധി എന്താണ്? ഒരു ക്ഷേത്രം പണിയാൻ സ്ഥലത്ത് മറ്റൊരു 5 ഏക്കർ ഭൂമി മുസ്ലിം മോസ്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ മോസ്ക് എവിടെ? അതിന് ട്രസ്റ്റ് ഉണ്ടാവണ്ടേ? അത് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കണ്ടേ? ആ സ്ഥലം കണ്ടെത്തിയോ? അതിൽ പള്ളി പണിതോ? അവർക്കറിയില്ലല്ലോ. അപ്പോൾ സുപ്രീം കോടതിക്ക് പോലും അതിൽ വേവലാതിയില്ല. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വിധിയാണ്. ആ വിധിയിൽ ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസ് നടപ്പായൊന്നും സുപ്രീം കോടതിക്ക് വേവലാതിയൊന്നുമില്ല. ഇതിൽ പ്രശ്നം നിഷാദ് പറഞ്ഞത് തന്നെയാണ്, കറക്റ്റാണത്. അതിൻ്റെ ഒരു കാരണം, ആ ക്ഷേത്രം നിർമ്മിച്ചത് ഭക്തിയുടെ അടിസ്ഥാനത്തിലാണോ അതല്ല രാഷ്ട്രീയത്തിന് മേലിലാണോ എന്നുള്ളതാണ് ചോദ്യം. ഭക്തിയുടെ മുകളിൽ നിർമ്മിക്കപ്പെട്ട ധാരാളം ക്ഷേത്രങ്ങൾ രാജ്യത്തുണ്ട്. അവിടെ എല്ലാം ഭക്തജനങ്ങൾ പോകുന്നുണ്ട്, അവിടെ എല്ലാം കാണിക്ക അർപ്പിക്കുന്നുണ്ട്, നിവേദ്യം കൊടുക്കുന്നുണ്ട്. അതും ഒരു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 5 വർഷമാവുന്നതിന് മുമ്പ് അവിടുത്തെ സ്വത്ത് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഒരു പുരാതന ക്ഷേത്രമല്ല അത്. 4-5 വർഷമായിട്ടില്ല. എത്ര വർഷമായി? 2-3 വർഷം 3 വർഷം മറ്റാണ് ആയിട്ടുള്ളത്. അതിനു മുമ്പേ 200 കോടിയുടെ സ്വത്ത് കൊള്ളയടിക്കപ്പെടുകയാണെന്ന് അതിൻ്റെ നടത്തിപ്പുകാർ തന്നെ. അതിന് കണക്കൊന്നുമില്ല, ആർക്കും കണക്കറിയണ്ട. ഈ കണക്കറിയണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കണക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ PM കെയർ എന്ന് പറഞ്ഞ ഫണ്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് അത് നിയന്ത്രിക്കുന്നത്. അതിന് കണക്കുണ്ടോ? PM കെയർ ഫണ്ട് ഒരു സ്വകാര്യ ഫണ്ടാണ്, അത് പൊതുജനങ്ങൾ അതിൻ്റെ കണക്കൊന്നും അറിയണ്ട എന്നാണ് കോടതി പോലും പറയുന്നത്. അപ്പോൾ PM കെയർ ഫണ്ടിന് കണക്കില്ല. പ്രൈം മിനിസ്റ്റർ ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഈ ട്രസ്റ്റിനും അവിടെ വരുന്ന പണത്തിൻ്റെ കണക്കില്ല. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്, ഈ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഭക്തന്മാരായിരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്, ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എത്ര പ്രാവശ്യം അമ്പലത്തിൽ പോകുന്നുണ്ട്, അവരെത്ര ഈശ്വരനെ ആരാധിക്കുന്നത് നമ്മൾ പേഴ്സണലി വാച്ച് ചെയ്താൽ മതി. ഞാൻ കാണാറില്ല അവരാരും. അതായത് മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാരും ദൈവവിശ്വാസികളായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവർ ക്ഷേത്രത്തിൽ പോകുന്നോ അല്ലെങ്കിൽ ആരാധന നടത്തുന്നൊന്നും കാണാറില്ല. എന്ന് മാത്രമല്ല, ഇതിൻ്റെ സഞ്ചാലകർ എന്ന് പറയുന്ന ആളുകൾ ഹിന്ദുത്വയുടെ വക്താക്കളാണ്. ഹിന്ദുത്വം എന്ന ആശയം തന്നെ രൂപം കൊടുത്ത ആളാണ് VD സവർക്കർ. VD സവർക്കർ ദൈവവിശ്വാസിയായിരുന്നില്ല, ഒരു നിരീശ്വരവാദിയും യുക്തിവാദിയായിരുന്നു ആൾ. അത് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ ഫോം ചെയ്ത ഒരാശയമാണ് ഹിന്ദുത്വ. ആ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു രാമജന്മഭൂമി ക്ഷേത്രം. വിശ്വാസിയല്ലാത്ത ഒരാൾ രൂപം കൊടുത്ത ഒരു ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിനാൽ സ്ഥാപിക്കപ്പെട്ടൊരു ക്ഷേത്രം. ആ
ആ ക്ഷേത്രത്തിന് ഭക്തിയുണ്ട്. ആ ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുന്ന, ആ ക്ഷേത്രത്തിൽ നിലനിർത്തുന്ന ഭക്തിയാണോ, അതല്ല ഈ കേവലമായ ഉന്മാദ ദേശീയതയാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലുണ്ട് ഇതിൻ്റെ എല്ലാ ഉത്തരം, എന്തുകൊണ്ട് അത് കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിലൊരു ഒരു സംഘടനയുണ്ട് RSSന് കീഴിൽ കേരളത്തിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന് ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ഈ ക്ഷേത്രങ്ങളെല്ലാം, പരമ്പരാഗത ക്ഷേത്രങ്ങളെല്ലാം വിശ്വാസികൾ നടത്തട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഈ വിശ്വാസികൾ? ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കീഴിലും ക്ഷേത്രങ്ങളുണ്ട്. ആരാണ് ഈ വിശ്വാസികൾ? ആരാണ് നടത്തണം എന്നാണ് പറയുന്നത്? ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം വിശ്വാസികൾക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരുണ്ടാവും, വിദേശത്തു നിന്ന് ആൾക്കാരുണ്ടാവും. അവരെല്ലാം ചേർന്ന് നടത്തുക എന്നാണോ? അതല്ല ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആളുകൾ ചേർന്ന് നടത്തുക എന്നുള്ളതാണോ? അതല്ല ഇതുപോലെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള RSS സംഘടനകൾ നടത്തുക എന്നുള്ളതാണോ? അതിൽ വ്യക്തതയൊന്നുമില്ല. പക്ഷേ ദേവസ്വം ബോർഡ് പിരിച്ചു വിടണം. ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടാൽ എന്താ സംഭവിക്കുക? അവിടെ വരുന്ന സമ്പത്തിലൊന്നും ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല, ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. എത്ര പണം വരുമെന്ന് ആർക്കറിയില്ല, ഭണ്ഡാരത്തിൽ എത്ര കാശുണ്ടെന്ന് അറിയില്ല. ഇപ്പോഴും ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാകുന്നതുകൊണ്ടാണ്. അവിടെ ഇരിക്കുന്ന സ്വത്ത് എത്രയാണോ, അത് ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ വിവാദം ഉണ്ടാവുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവിടെ അത് കണ്ടില്ല, ഇത് കണ്ടില്ല, സ്വർണം കണ്ടില്ല, മൊന്ത കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദം ഉണ്ടാവും. കാരണം ആ ട്രാൻസ്പെറൻസി പൂർണ്ണമായിട്ട് അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതേസമയം ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങളാവട്ടെ കോടതിയെങ്കിലും കണ്ടെത്തും. എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടാൽ കോടതിയെങ്കിലും കണ്ടെത്തും എന്നുള്ള ഉദാഹരണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. കോടതിയാണ് കണ്ടെത്തിയത്. അപ്പോൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ആ ആവശ്യം, RSS ഉയർത്തുന്ന ആവശ്യം യഥാർത്ഥത്തിൽ അതിനെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്, നിലനിർത്താൻ വേണ്ടിയുള്ളതല്ല, ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് തെളിയുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ കാണുന്നത്.